ശരി, പാറു പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ വല്ലപ്പോഴൊക്കെ അയക്കും. ആ അതെ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എപ്പോഴും ഫോണും കൈ പിടിച്ച് നടക്കരുത്. ആ കുഞ്ഞോടും കൂടെ പറഞ്ഞേക്കണം. ഇല്ലേട്ടാ, ഞങ്ങൾ എപ്പോഴും അങ്ങനെയൊന്നും ചെയ്യില്ല. ഞങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിച്ചോളാട്ടാ. ഗിരിയേട്ടൻ പഠിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ ശരിയൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ മോശം മാത്രമൊന്നുമല്ല, നല്ലതുണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. ഗിരിയേട്ടൻ പെങ്ങന്മാരെ ജീവനെ തുല്യ സ്നേഹിക്കുന്ന സത്യ. പക്ഷേ ഇവർക്ക് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ ഒരു സഹോദരൻ എന്ന നിലയിൽ ഗിരിയേട്ടന് പൂർണ്ണമായിട്ട് സാധിച്ചെന്ന് വരില്ല. ഇത് ന്യൂ ജനറേഷനും കടന്ന് ജെൻസിയുടെ കാല. അതിനൊപ്പം നമ്മൾ മാറണം. ഇനിയിപ്പോ നമുക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഞാനൊരു ഡോക്ടറാ. പല മെഡിസിൻസിനും പാർശ്വഫലങ്ങൾ ഉള്ളതാ. എന്ന് കരുതി രോഗം മാറാൻ നമ്മൾ എന്താ വേണ്ടത്? മരുന്ന് കൊടുത്തേ മതിയാവൂ. ഒന്നും അമിതാവാതെ കൃത്യമായിട്ട് നൽകണം. നൽകാതിരുന്ന രോഗിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഗിരിയേട്ടന് മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗിരിയേട്ടന്റെ ഈ അനിയത്തിമാര് കുഞ്ഞടക്കം നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവരാ. അത് ഗിരിയേട്ടന്റെ ശിക്ഷണത്തിന്റെ ഗുണവുമാണ്. അതുകൊണ്ട് തന്നെ ഈ പെങ്ങന്മാരൊരിക്കലും ഒരിടത്തും അതിര് വിട്ട് ഒന്നും ചെയ്യില്ല. ആ പേടി ഗിരിയേട്ടന് വേണ്ട. അതിന് ഞാൻ ഗ്യാരണ്ടി. ഇവരെപ്പോഴും അത് ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ. ബോറടിക്കുമ്പോ വല്ലപ്പോഴും ഇത്തിരി നേരം അത് അവരുപയോഗിച്ചോട്ടെ ഗിരിയേട്ടാ. അതുകൊണ്ട് ഇവര് വഴിതെറ്റി പോവില്ല. ഞാൻ നോക്കിക്കോളാം. പ്ലീസ്, അവർക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കണം. ശരി, പാറു പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ വല്ലപ്പോഴൊക്കെ അയക്കും. ആ അതെ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എപ്പോഴും ഫോണും കൈ പിടിച്ച് നടക്കരുത്. ആ കുഞ്ഞോടും കൂടെ പറഞ്ഞേക്കണം. ഇല്ലേട്ടാ, ഞങ്ങൾ എപ്പോഴും അങ്ങനെയൊന്നും ചെയ്യില്ല. ഞങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിച്ചോളാട്ടാ. വി ഡോൺ ബാക്ക് അതിര്. അതിര് കടക്കില്ല. എടുത്തിയമ്മേ, എടുത്തിയമ്മേ. ഓക്കെ അല്ലേ? അപ്പോൾ 1/2 കിലോ ഉള്ളി മതിയോ? ആ മതി. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് 358. ആ പറ്റിലെഴുതിക്കോ. പറ്റാ? ഷോ, ചേടാ, ഈ പോക്ക് പോവുകയാണെങ്കിൽ 4 പറ്റുബുക്കും കൂടി വേണ്ടി വരുമല്ലോ. ഓ, ഒരു പെണ്ണ് കെട്ടിയപ്പം ഗിരിയേട്ടന്റെ ശ്രദ്ധ കടയിൽ നിന്ന് പോയി കിട്ടി. ഇങ്ങ് വരട്ടെ, ഒന്ന് ഉപദേശിക്കണം. രാജേഷ് പഠിക്ക വിള 358. ആഹാ, ഒന്നല്ല രണ്ടാള്. എന്താടാ ഒറ്റയ്ക്കുന്നൊരു വർത്താനം? എന്തോന്നാണ് ഒറ്റയ്ക്കുന്ന് പിറുപിറുക്കല്? ഓ, ഒന്നുമില്ല ഗിരിയേട്ടാ, മഴക്കോളുണ്ടോ നോക്കുമായിരുന്നു. എന്റെ പൊന്ന് പാറു, ഇടയ്ക്ക് ഗിരിയേട്ടനെ ഒന്ന് ഉപദേശിക്കണം. ചുമ്മാ ഉപദേശിച്ചാ പോരാ, നന്നായിട്ട് തന്നെ ഒന്ന് ഉപദേശിക്കണം. സോമേട്ടൻ തന്നെ അങ്ങ് ഉപദേശിച്ചാ പോരെ? ഓ, ഒരു കാര്യമില്ല.
മാക്രിക്ക് കരയാനല്ലേ അറിയൂ. മഴ പെയ്യണമെങ്കിൽ മാനം തന്നെ കനിയണ്ടേ. ഡാടാ നിന്റെ സാഹിത്യമൊക്കെ മതി, നീ കാര്യം പറ. ഗിരിയേട്ടൻ ഇപ്പോഴേ കടയുടെ കാര്യത്തിൽ ഒരു ഉത്സാഹവും ഇല്ല. കേട്ടോ പറ, ഒന്നും വിചാരിക്കരുത്. കല്യാണം കഴിഞ്ഞതോടെ കിളികളെ കൂട്ടത്തോടെ പറന്നുപോയ അവസ്ഥയാണ് ഗിരിയേട്ടൻ. സത്യം പറയാലോ, ഗിരിയേട്ടന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ല. സ്റ്റോക്ക് തീർന്ന കാര്യം 4 തവണ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അണ്ണന് പറ്റുകാരുടെ എണ്ണമാണെങ്കിൽ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. കേട്ടാ പാറു, ഇവിടെ വന്നാലും ഗിരിയേട്ടൻ എപ്പോഴും മാറി നിന്ന് ഫോണിൽ സംസാരമാണ്. ആരെയൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ ചോദിച്ചോണ്ടിരിക്കുക. എന്തോ കാണാനില്ലാത്ത ആരെയോ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാട് പോലെ. അല്ല ഗിരിയേട്ട, എനിക്ക് അറിഞ്ഞൂടെന്ന് ചോദിക്കുക, നിങ്ങൾ ആരെയും കാണാതെ പോയോ? പാവം ഗിരിയേട്ടൻ സിന്ധുവിനെ അന്വേഷിക്കുന്നതാവും. ദേ പാറു, ഇങ്ങനെയാണെങ്കിലേ കടയുടെ കാര്യം ആകെ അവതാളത്തിലാവേ. സോമേട്ടൻ വിഷമിക്കണ്ട. ഗിരിയേട്ടന്റെ പറന്നുപോയ മനസ്സിനെ നമുക്ക് തിരികെ പിടിക്കാം. ആ അത് മതി. പിന്നെ ഫിനാൻസ് മിനിസ്റ്ററായ റാണി മാത്രമല്ല ഇനി കടയിലെ റെയ്ഡിന് വരാൻ പോകുന്നത്. ഞാനും വരും. പാർവതി ദ ഫ്ലൈയിങ് സ്ക്വാഡ്. ആ ആ അതാണ്. പാറു ഉറപ്പായിട്ടും വരണം. എന്നാലേ ഗിരിയേട്ടന്റെ ഈ ഉഴപ്പൊന്ന് മാറിക്കിട്ടും. ഞാനേ അകത്തോളം ചെല്ലട്ടെ. ഗിരിയേട്ട ഒന്ന് വരുമോ? എന്താ പറ? നോക്ക് ഗിരിയേട്ട, ഗിരിയേട്ടന്റെ മനസ്സ് കത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത്ര ആശിച്ചു മോഹിച്ച് കെട്ടിപ്പൊക്കിയ ഈ സ്ഥാപനം എരിച്ചു കളയരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്കത് സഹിക്കില്ല. കാരണം 4 പെൺകുട്ടികളുടെ ഭാവി കൂടിയാണ് ഈ സ്ഥാപനം. അത് ഗിരിയേട്ടന് ഓർമ്മ വേണം. ഗിരിയേട്ടൻ കടയിൽ ശ്രദ്ധിക്കണം.